ശ്രീകുമാരൻ തമ്പിയും ഞാനായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും അടുത്ത കാരണം രഘുനാഥാണ്. മിസ്റ്റർ രഘുനാഥ് ഹൈദരാബാദ് ഉണ്ടാകുന്ന പുള്ളി അതിന് മുമ്പ് കുറേ പടങ്ങളെടുത്ത് തുറക്കാത്ത വാതിൽ എന്നൊക്കെ പടങ്ങളെടുത്ത് ഇങ്ങനെയായിട്ട് ഭയങ്കര നല്ല അഭിനയമാണ്. അപ്പോൾ അതുവരെയ്ക്കും ഞാൻ ഈ പൂവച്ചൽ ഖാദർ, ബിഷു തിരുമല എന്നൊക്കെ ആയിട്ട് ഇയാളെ കുറിച്ച് അങ്ങനെ. അപ്പോൾ പുള്ളിനെ കൊണ്ട് കഴിയുമ്പോൾ ഓക്കെ നല്ല നല്ല റൈറ്റ്സാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. മറ്റേ എന്തിനെന്നെ വിളിച്ചു എന്നുള്ളത് വെച്ചാൽ ഈ തെറ്റ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചല്ലോ, ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ഒരു പടം കൊടുത്താണ് രണ്ടാമത് രാജന്. അതാണ് അങ്ങനെ ആ അഭിനന്ദനം. എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ, എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ, എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും. ജീവിതാവസാനം വരെ മറക്കാൻ പറ്റാത്ത ഒരാളുടെ അച്ഛനാണ് ഇതിൻ്റെ സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ. അദ്ദേഹത്തിൻ്റെ മകളാണ് എൻ്റെ ഭാര്യ. അപ്പോൾ രാജമാഷിൻ്റെ നല്ല കുറേ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജോണർ. അല്ല വേറെ തരം പാട്ടുകൾ അദ്ദേഹത്തിന് ഇഷ്ടവുമല്ല, അങ്ങനെ അധികം ചെയ്തിട്ടുമില്ല. എല്ലാത്തിലും ഈ ഒരു ഒരു സോഫ്റ്റ് ടോണുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുത്ത സംഗീതം, ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന മെലഡീസ് ഇങ്ങനെയുള്ളതായിരുന്നു. കാര്യം ഞാൻ കുറേ പടങ്ങൾക്ക് അദ്ദേഹത്തിന് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വസന്തഹൃദന്തവേദിയിൽ ഞാനുറങ്ങി കിടക്കവേ, ഈണമാകെയും ചോർന്നു പോയൊരൻ വേണുവും വീണുറങ്ങവേ, രാഗവേദന വിങ്ങുമെൻ കൊച്ചു പ്രാണതന്തു പിടയവേ, എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും. പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി, സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി, വീണയായോമനെ നീയൊരുങ്ങി, ഗാനമായി നിന്നുള്ളിൽ ഞാനുറങ്ങി. എൻ്റെ സിനിമയിലെ ആദ്യ ഗാനമാണ് ദാസേട്ടൻ്റെ ഒപ്പം പാടിയത്. ശരിക്കും ഒരു നാടകത്തിന് വേണ്ടിയൊക്കെ ചെയ്ത പാട്ടാണ്. ആ പാട്ടിന് അപ്പോൾ നാടകത്തിൽ പാടുമ്പോൾ ഇതല്ല ലിറിക്സ്, അന്ന് ബിച്ചു തിരുമലയാണ് എഴുതിയത്. അപ്പോൾ അതേതാന്ന് വെച്ചാൽ, സാന്ദ്രമായ ചന്ദ്രികയിൽ സാരസാക്ഷി നിൻമടിയിൽ സകലതും മറന്നുറങ്ങാൻ സദയം നീ അനുവദിക്കൂ. ഇത് ഈ പാട്ട് വേറെ ട്യൂണിൽ പിന്നെ വന്നിട്ടുണ്ട്. സാന്ദ്രമായ ചന്ദ്രികയിൽ വന്നിട്ടുണ്ട്. പിന്നീട് ആ ട്യൂൺ എടുത്ത് ഇതിന് ഇങ്ങനെ ഇട്ടതാണ് പുഷ്പതൽപ്പത്തിൽ. അന്ന് കണ്ണൂർ രാജൻ സാറിന് അസിസ്റ്റ് ചെയ്തത് ഗുണസിംഗ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ജീനിയസാണ് അദ്ദേഹം. നല്ല ഫ്ലൂട്ടിസ്റ്റ്, പിന്നെ മ്യൂസിക്, അതിമനോഹരമായ മ്യൂസിക് ഒരുപാട് പാഠങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരും അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളതൊരു ദുഃഖസത്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലൂട്ട് വായനയൊക്കെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവാം. കരിമുകിൽ കാട്ടിലെ എത്ര പാട്ടാണെങ്കിലും പറയാം. ഈ പുഷ്പതൽപ്പത്തിൽ തന്നെ ഒന്ന് കേട്ട് നോക്കുക, അതിലുണ്ട് അദ്ദേഹത്തിൻ്റെ വായന. പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി, സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി, വീണയായോമനെ നീയൊരുങ്ങി, ഗാനമായി നിന്നുള്ളിൽ ഞാനുറങ്ങി. പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി, സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി, വീണയായോമനെ നീയൊരുങ്ങി, ഗാനമായി നിന്നുള്ളിൽ ഞാനുറങ്ങി.
പുഷ്പതൽപത്തിൽ നീ വീണുറങ്ങി. വളരെയധികം മനോഹരമായിട്ടുള്ള കണ്ണൂർ രാജൻ പാട്ട്. എൻ്റെ അമ്മായച്ചനാണ്, അതുകൊണ്ടാണ് ഇച്ചിരി സ്വാതന്ത്ര്യം എടുത്ത് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കാണുന്ന ഒരു സോഫ്റ്റ്നെസ് ഈ പാട്ടിലുണ്ട്. എന്നാൽ കുറേ സംഗതികൾ, കുരുട്ട് സംഗതികളോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു കണ്ണൂർ രാജൻ മാഷ്. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു എന്താ പറയേണ്ട, ഒരു വലിയ നമുക്ക് ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഓരോ പാട്ടിൻ്റെ ഒരു കൂട്ടായ്മ, ഒരു 3 പേര് ചേരുമ്പോൾ ഉണ്ടാവുന്ന, ഇപ്പോൾ ദാസേട്ടനും തമ്പി സാറും കണ്ണൂർ രാജൻ മാഷും ചേർന്ന് ആ ഒരു കൂട്ടുകെട്ടിലുണ്ടായ, ആ ഒരു വൈബ്രേഷനിലുണ്ടായ ഒരു നല്ല പാട്ട്. ആ ഒരു നല്ല പാട്ടായതുകൊണ്ടാണ് ആ പാട്ട് ഇന്നും നിൽക്കുന്നത്. പ്രേമഗാനത്തിൻ്റെ വാനപഥങ്ങളിൽ കോമനെ നീരാഗമേഘമായി ആലജാസൂനമെന്നാത്മാവിൽ ചൂടുവാ ആരോമലേന സന്ധ്യയായി ആരോരുമറിയാതെ പുഷ്പതൽപത്തിൽ നീ വീണുറങ്ങി. സ്വപ്നമായി നിദ്രയിൽ ഞാൻ തിളങ്ങി. വീണയായോ മനെ നീയൊരുങ്ങി. ഞാനുറങ്ങി. പുഷ്പതൽപത്തിൽ നീ വീണുറങ്ങി.